ഈ പ്രിയപ്പെട്ട മക്കളെ കുടുംബയോഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രബോധനം നൽകുന്ന പ്രിയപ്പെട്ട ഷിബൂട്ടം അച്ഛനാണ്. അച്ഛനെ കുടുംബ അംഗം കൂടിയാണല്ലോ. പ്രത്യേകമായിട്ട് അച്ഛൻ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം. പ്രിയപ്പെട്ട മണവാളൻ സുജിൻ, മണവാട്ടി കാവ്യ, ക്ഷണിതാക്കളായി ഈ പരിശുദ്ധ കൂദാശയിൽ സംഗമിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗീയ മണവാളനായ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്ന വളരെ ശ്രേഷ്ഠമായ പവിത്രമായ ഒരു കൂദാശയ്ക്ക് നാം ഇന്ന് സാക്ഷികളാവുകയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്ന യഹോവയായ ദൈവം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സ്ഥാനത്ത് മനുഷ്യനെ ഉണ്ടാക്കി. അവന്റെ ഏകമായ അവസ്ഥ നന്നല്ല എന്ന് കണ്ട് തക്ക തുണയായി സ്ത്രീയെ നിർമ്മിക്കുകയും ഭൂമിയുടെ പറുദീസായി കുടുംബത്തെ സ്ഥാപിക്കുകയും ചെയ്ത ദൈവം. അതുകൊണ്ടാണ് സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്ന മഹത്തരമായ ഈ കൂദാശയിലേക്ക് കടന്നു വന്ന ഈ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുന്ന നമുക്ക് ഇവരുടെ വിവാഹ ജീവിതത്തിന്റെ ഭാവിയും അനുഗ്രഹവും ഒക്കെ ദൈവവും പാകെ നന്ദിയോടുകൂടെ സ്മരിക്കുവാൻ ഇടയാവട്ടെ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പ്രിയ സുജിനോടും കാവ്യയോടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, എന്താണ് സ്നേഹം എന്നുള്ളത് നിങ്ങൾ അറിയണം. ഈ വിവാഹ കൂദാശയുടെ ആദ്യം മുതൽ അന്തം വരെ, അവസാനം വരെ ഒരുപോലെ സ്നേഹത്തെ പറ്റി കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സുജിന്റെ പ്രായം ഒത്ത്, കാവ്യയുടെ പ്രായം ഒത്ത് നിങ്ങൾക്കും അറിയാം എന്താണ് സ്നേഹം എന്നുള്ളത്. എന്നാൽ സ്നേഹത്തിന് പുതിയൊരു ഭാഷ്യമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ തുടക്കമിടുന്നത്. നിങ്ങൾ തുടക്കമിടുന്ന സ്നേഹത്തിന്റെ ഭാഷ്യം എന്നുള്ളത് സുജിൻ കാവ്യയുടെ കുറവുകളോട് കൂടി സ്നേഹിക്കണം. കാവ്യ സുജിന്റെ കുറവോടുകൂടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വിവാഹം വാക്കു പറഞ്ഞ അന്ന് മുതൽ സ്വാഭാവികമായും, പണ്ടത്തെ കാലമല്ലല്ലോ ഇന്ന്, സ്വാഭാവികമായും നിങ്ങൾ സംസാരങ്ങളും നിങ്ങളുടെ ആശയ സംവേദനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. നിങ്ങൾ വലിയ കൊട്ടാരങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അതെല്ലാം സാധ്യമാകണമെന്ന് ഉറപ്പില്ല. എല്ലാം നടക്കണമെന്ന് ഒരു ഉറപ്പില്ല. അപ്പോൾ നമ്മൾ പരസ്പരം ഇങ്ങനെ കുറ്റങ്ങൾ പറയുവാനായിട്ട് ശ്രമിക്കും അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, പരസ്പരം കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ സ്നേഹത്തിന്റെ മൂല്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സഭ പറയുന്നത്, സുജിൻ ഇന്ന് നിൽക്കുന്ന സ്ഥാനം സ്വർഗീയ മണവാളനായ കർത്താവിന്റെ സ്ഥാനമാണ്. കാവ്യ ഇന്ന് നിൽക്കുന്ന സ്ഥാനം തിരുസഭയാകുന്ന മണവാട്ടിയുടെ സ്ഥാനമാണ്. മനസ്സിലാകുന്നുണ്ടോ? മശിഹാ തമ്പുരാനും തിരുസഭയും എന്നുള്ള പോസ്റ്റിലാണ് ഇപ്പോൾ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് തന്റെ തിരുസഭ എങ്ങനെ സ്നേഹിച്ചോ, തന്റെ തിരുസഭ എങ്ങനെ കർത്താവുമായി ചേർന്ന് നിന്നോ, അതേ സ്നേഹത്തിന്റെ മൂല്യം, ഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. രണ്ട്, നമുക്കറിയാം കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു പ്രിസം പോലെയാണ്, ഒരു പളുങ്ക് പോലെയാണ്. എന്താണ് പളുങ്കിന്റെ പ്രത്യേകത? ഒരുപാട് പറയാനുണ്ടാവും. പക്ഷെ പളുങ്കിനുള്ളൊരു കുഴപ്പം, അത് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ലോകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളും റിമോൾഡ് ചെയ്യാൻ പറ്റും, പക്ഷെ പളുങ്ക് ഒരിക്കൽ പൊട്ടിത്തകർന്നാൽ പിന്നെ അത് റിമോൾഡ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ കൃത്യമായി സൂചന നൽകുന്നുണ്ട്, ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നമുക്കറിയാം, വിദേശത്ത് നിന്ന് പൊട്ടുന്ന സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരു സ്റ്റിക്കർ വെക്കും, ഒന്നുകിൽ ഹാൻഡിൽ വിത്ത് കെയർ, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ വെക്കും ഫ്രജൈൽ, എന്താ പൊട്ടുന്നതാണ്. ഈ ഒരു ബോധ്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. മനസ്സിലാകുന്നുണ്ടോ? സുജിന് വേണമെങ്കിൽ ഐശ്വര്യരായെ കെട്ടണമെന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുന്നത്.
കാവ്യക്ക് വേണമെങ്കിൽ ഷാരൂഖ് ഖാനെ കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നടക്കത്തില്ല. ദൈവത്തിന്റെ നിശ്ചയത്തിൽ സുജിനു വേണ്ടി ദൈവം കണ്ടെത്തിയത് ഈ കാവ്യാണ്. കാവ്യക്ക് വേണ്ടി ദൈവം കണ്ടെത്തിയത് സുജിനെയാണ്, മറ്റാരെയുമല്ല. എത്ര ആഗ്രഹങ്ങളുണ്ടെങ്കിലും എത്ര അഭിലാഷങ്ങളുണ്ടെങ്കിലും ദൈവം നിശ്ചയം ഇത് മാത്രമാണ്. അതുകൊണ്ട് ഇതിനകത്തുണ്ടാകുന്ന ചെറിയ 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 പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും. ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്, മക്കളെ സന്യാസം വലിയ പാടാ. ഇവിടെ സന്യാസിമാരാരുമില്ല, കോട്ടെ. വിവാഹ ജീവിതവും വലിയ പാടാ. നിങ്ങൾ പുറകെ നിങ്ങളുടെ മാതാപിതാക്കളോടും ഇവിടെ വിവാഹം കഴിച്ചോടൊക്കെ ചോദിക്കുന്നത് വലിയ പാടാ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുൻപോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ഇത് ഫ്രജൈലാണ്, ഇത് ഹാൻഡിൽ വിത്ത് കെയർ ചെയ്യേണ്ട സാധനമാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. മൂന്നാമത്, വിവാഹ കൂദാശയിൽ കാർമ്മികൻ രണ്ടാം ഭാഗം ആരംഭിക്കുമ്പോ മണവാട്ടിയുടെ തലയിൽ നിന്ന് ശിരോവസ്ത്രം മാറ്റും, അല്ലേ? ഞാൻ വരുമ്പോൾ ശിരോവസ്ത്രം ഇടാൻ നിന്നത്, പിന്നെ ശിരോവസ്ത്രം ഇടുന്നത് എന്തിനാണ് ഇടുന്നത് അറിയാമോ? ശിരോവസ്ത്രം ഇപ്പോൾ മോളിട്ടിരിക്കുന്ന ശിരോവസ്ത്രം കന്യാത്വത്തിന്റെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതിപ്പം മാറ്റി കഴിഞ്ഞിട്ട് സഭ ഒരു ശിരോവസ്ത്രം തരും, അത് പാതിവൃത്യത്തിന്റെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് പള്ളിയിൽ നിൽക്കുന്ന സ്ത്രീകൾ പാതിവൃത്യമുള്ളവരായതുകൊണ്ടാണ് തലയിൽ നിടുന്ന പറയുന്നത്. സ്ത്രീകളെല്ലാം കേട്ടോ, സ്ത്രീകൾ പാതിവൃത്യമുള്ളവരായതുകൊണ്ടാണ് സഭ തന്ന മൂടുപടം നാം അണിയണമെന്ന് പറയുന്നത്. ബോധപൂർവ്വം തന്നെ പറഞ്ഞതാണ്. അപ്പോ രണ്ടാം ഭാഗം കാർമ്മികൻ ആരംഭിക്കുമ്പോ കയ്യിൽ കുരിശെടുത്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ബ്ലസ് ചെയ്യും, അല്ലേ? അതിന് കുറേയേറെ പേരുകളുടെ പേര് പറയും. ആദം ഹൗവ, സാറയോട് അബ്രഹാം, റഫ്കയോട് ഇസഹാക്ക്, യാക്കോബോട് റാഹേല്, ഇങ്ങനെ കുറെ പിതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നത്. എന്തിനാണെന്നറിയാമോ? അതിലൊന്നാമത്തെ സൂചന, കർത്താവ് യഹോവയായ ദൈവം സ്ഥാപിച്ച ആദി മാതാപിതാക്കൾ മുതലുള്ള കുടുംബജീവിതത്തിന്റെ അവസാനത്തെ ഇന്നത്തെ കണ്ണിയാ നിങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂർവികരായി ആദം ഹൗവ മുതൽ വലിയൊരു നില നിൽക്കുകയാണ്. ഇതിന്റെ അവസാനത്തെ കണ്ണിയാ നിങ്ങൾ. രണ്ട്, സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ ഈ പിതാക്കന്മാരെ നടത്തിയ ഒരു ദൈവ കൃപ അവരനുഭവിച്ചതാണ്. അത് നിങ്ങളും അനുഭവിക്കുവാനായിട്ടുള്ള പ്രബോധനമാണ് ഈ രണ്ടാം ഭാഗം ആരംഭിക്കുമ്പോൾ കയ്യിൽ ശ്ലീബ എന്തിക്കൊണ്ട് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നത്, പിതാക്കന്മാരുടെ പൂർവികരുടെ പേരിൽ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വലിയ കണ്ണിയിലാണ് എന്നുള്ള ബോധവും ബോധ്യവും ഉണ്ടാവണം. 5, കുടുംബജീവിതം എന്ന് പറയുന്നത് രണ്ടുപേരും കൗൺസിലിംഗിലൊക്കെ പോയതാണ്. ഞാൻ കാവ്യയോട് കുറച്ചു കാര്യം സംസാരിച്ചതുമാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഫാമിലി ലൈഫ് ഈസ് എ കെമിസ്ട്രി. കുടുംബജീവിതം ഒരു കെമിസ്ട്രിയാണ്. എന്താ കെമിസ്ട്രിയുടെ മലയാള പദം? രസതന്ത്രം, അല്ലേ? രസതന്ത്രം. ഇതൊരു വലിയ രസമാണ്, ഇതൊരു വലിയ തന്ത്രമാണ്, അല്ലേ? വലിയ മനസ്സിലാക്കിക്കോളൂ. ഇതൊരു വലിയ രസമാണ്, ഇതൊരു വലിയ തന്ത്രമാണ്, അല്ലേ? രണ്ട് കെമിസ്ട്രി ഞാൻ പറയാം, രണ്ട് കെമിക്കൽ ഫോർമുല പറയാം. NaCl, സോഡിയം ക്ലോറൈഡ്. കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞല്ലേ. എന്താ ഉപ്പിന്റെ കെമിക്കൽ ഫോർമുല? NaCl, അല്ലേ? ഞാന് സുജിന്റെ കയ്യിൽ ക്ലോറിൻ തരുന്നു, മോടെ കയ്യിൽ സോഡിയം തരുന്നു, നിങ്ങളും കഴിച്ചോ ഇത് ഉപ്പാന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? രണ്ടുപേരും കഴിച്ചാൽ ചത്തുപോകും, മരിച്ചു പോകും, അല്ലേ? രണ്ടുപേരും രണ്ടായിട്ട് നിന്നാൽ രണ്ട് വിഷപദാർത്ഥങ്ങളാണ് സോഡിയവും ക്ലോറിനും. എന്നാൽ ഈ രണ്ട് വിഷപദാർത്ഥങ്ങൾ ചേരേണ്ട പോലെ ചേർന്നപ്പോ, മനസ്സിലാകുന്നുണ്ടോ? ഈ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പവിത്രമായ കൂദാശ എന്ന് പറയുന്നത് ചേരേണ്ട പോലെ നിങ്ങളെ ചേർക്കുകയാണ്. സോഡിയവും ക്ലോറിനും ചേരേണ്ട പോലെ ചേർന്നപ്പോ ഈ വിഷപദാർത്ഥം എന്തായിട്ട് മാറി? സൗഖ്യം പകരുന്ന, പ്രിസർവേറ്റീവ് ആകുന്ന, സ്വാദ് പകരുന്ന ഉപ്പായിട്ട് മാറി. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ സമൂഹത്തിന്, നിങ്ങളുടെ സഭയ്ക്ക്, ഈ രാജ്യത്തിന് നിങ്ങൾ ആരായിട്ട് മാറണം? സൗഖ്യം പകരുന്ന, സ്വാദ് പകരുന്ന, കേടുകൂടാതെ മറ്റൊരുവനെ സൂക്ഷിക്കാൻ കഴിയുന്ന നല്ല ജീവിത മൂല്യങ്ങളുള്ള തലങ്ങളിലേക്ക് നിങ്ങൾ ഉയരണം. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്നുള്ള യോഗ്യത നിങ്ങൾ നേടിയെടുക്കണം. ഒരു കെമിക്കൽ ഫോർമുല പറയാം. വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുലയാണല്ലോ H2O, അല്ലേ? What is the purpose of H? Hydrogen and O, oxygen. എന്താ ഹൈഡ്രജന്റെ പർപ്പസ്? ഇറ്റ്സ് ബേൺ, അത് കത്തും. ഓക്സിജനോ ഹെൽപ്സ് ടു ബേൺ, കത്താൻ സഹായിക്കും. കത്തുന്നൊരു പദാർത്ഥവും കത്താൻ സഹായിക്കുന്ന പദാർത്ഥവും കൂടി ചേർന്നാൽ വലിയ കത്തലുണ്ടാകും, അല്ലേ? സുജിൻ ചിലപ്പം ഹൈഡ്രജൻ ആയിരിക്കും, കാവ്യ ചിലപ്പോൾ ഓക്സിജൻ ആയിരിക്കാം, തിരിച്ചുമാകാം. മനസ്സിലാകുന്നുണ്ട്? നമ്മിലൊക്കെ ഇങ്ങനെ സ്വഭാവങ്ങളുണ്ട്, ഈ വന്യമായ സ്വഭാവങ്ങളൊക്കെ നമ്മിലുണ്ട്. അതുകൊണ്ട് ഈ സ്വഭാവങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് വെട്ടിമുറിച്ച് അതിനെ പാകപ്പെടുത്തി H2O, ഹൈഡ്രജനും ഓക്സിജനും ചേരേണ്ട പോലെ ചേരുമ്പോൾ
വലിയ ആളിക്കത്തിൽ ഉണ്ടാകുന്ന തീ അണയ്ക്കുന്ന വെള്ളമായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? വെള്ളം വേദപുസ്തകത്തിന്റെ സൂചന, പരിശുദ്ധാത്മാവിന്റെ സൂചനയാണ്. അതുകൊണ്ട് നിങ്ങൾ ചേരേണ്ട പോലെ ചേർന്നാൽ അനേകരിലേക്ക് പരിശുദ്ധാത്മാവിനെ പ്രവഹിപ്പിക്കുന്ന ഒരു നല്ല ജീവിത മൂല്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വളരാൻ കഴിയും. പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാകും. ഫാമിലി ജീവിതത്തെ പറ്റി സ്വാഭാവികമാണ്. പഠിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു പ്ലാൻ ഉണ്ടാകും. പക്ഷെ ദൈവത്തിന്റെ പ്ലാന്റെ അപ്പുറം നിങ്ങളുടെ പ്ലാൻ പോകരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ സഭ, ഈ കൂദാശ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുവാദം കൂടെ ഉണ്ട്, തലമുറകളെ ജനിപ്പിക്കാൻ. എന്താ? തലമുറകളെ ജനിപ്പിക്കാൻ ഇന്ന് ഈ കൂദാശയിലൂടെ ഈ സഭ നിങ്ങൾക്ക് അനുവാദം നൽകുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. തലമുറകളെ ജനിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞ് ഹനിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ പ്ലാനിന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രം മുൻപോട്ട് പോകാൻ ഇടയാവണം. അവസാനം, ദീർഘായുസ്സോടിരിക്കാൻ ആഗ്രഹമുണ്ടോ സുജിന്? ഖാബിക്കുണ്ടോ? ഉണ്ടോ? ഒറ്റ മരുന്ന്, അപ്പനെയും അമ്മയും പറ. നിന്റെ അപ്പനും എന്റെ അപ്പനും ഇല്ല. പിന്നെന്താണ്? നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, ഇരുവരെയും നിങ്ങൾ ഒരുപോലെ ബഹുമാനിക്കുക. നിങ്ങൾ സ്നേഹിച്ചവരെ കൂടെ ചേർത്ത് നിർത്തുക. അങ്ങനെ നല്ല ഭാവി നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചുകൊണ്ട് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും സന്നിധിരായിരിക്കുന്ന ശ്രേഷ്ഠരായ വൈദിക പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ സഭയ്ക്ക് വേണ്ടിയുമുള്ള എല്ലാ ആദരവും സ്നേഹവും ബഹുമാനവും അനുഗ്രഹവും നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.